നെസ്ലെ ഇന്ത്യയുടെ പാദഫലമാണ് ഇന്നിപ്പോൾ വിപണിക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു പാദഫലത്തിലോട്ട് കിടക്കാം. നെസ്ലെ ഇന്ത്യനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എസ്റ്റിമേറ്റിന് ബീറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു റവന്യൂ രേഖപ്പെടുത്താൻ നെസ്ലെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. റവന്യൂവിൽ 10.5% ഒരു ഉയർച്ചയിൽ 5643 കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ഒരു തവണത്തെ ഒരു Q2 റവന്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 5104 എന്ന രീതിയിലുള്ള ഒരു റവന്യൂ ആയിരുന്നു രേഖപ്പെടുത്തിയത്. അതിനേക്കാളും ഒരു ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ബ്ലൂബർഗിൻ്റെ ഒരു എസ്റ്റിമേഷനായ 5350 കോടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും ഉയർന്നൊരു ഒരു കണക്ക് രേഖപ്പെടുത്താനാണ് സാധിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും 23% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 753 കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റ് നോക്കുമ്പോൾ 6% ഒരു വർധനവിൽ 1237 കോടിയാണ് നെസ്ലെ ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർജിനിലോട്ട് വരുമ്പോൾ 21.9% എന്ന രീതിയിലുള്ള ഒരു മാർജിനുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഏതായാലും ഇതൊരു സ്റ്റാൻഡ് അലോൺ റവന്യൂ ആണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത് നെസ്ലയുടെ. ഏതായാലും നെസ്ലേൻ്റെ ഒരു ബിസിനസ് പെർഫോമൻസ് കൂടി നമുക്ക് നോക്കാം. ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ 10% മുകളിലേക്ക് ഒരു ഉയർച്ച രേഖപ്പെടുത്താൻ ഇപ്പോൾ നെസ്ലെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്ട്സിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു 3 out of 4 പ്രൊഡക്ട്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു വോളിയം ഡെലിവറി ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഡബിൾ ഡിജിറ്റ് ഇൻകം ഗ്രോത്ത് എന്നൊരു കാര്യം കൂടി കമ്പനി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.